ഓം വിപ്രദ്യോതിപ്രകാരം മൃഗവീരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരയുക്ത സൽസനോ യാഖ്യാത്മാസാധയോക്താവിരാഗ അമൃതരസകൽസാദ്രിപ്പവാമഞ്ചോത്ര തക്ഷക്കോടീരകൂലി കടിതതുര്യന രോജിഷ്കല തുംഗമൗലി ഒരു ധ്യാനം. പിന്നെ മൂലകൽപ്പദ്രിമസ്യ എന്നുള്ള വേറൊരു ധ്യാനം. പിന്നീട് ചന്ദ്രാർക്കാഗ്നി വിരോചനം ത്രിനയനം പത്മദ്വയാന്തിസ്വം മുദ്രാപാസ മൃഗാക്ഷസൂത്രബലസൽ പാണി ഹിമാംശു പ്രഭം കോടിരണ്ട് കളർ സുധാപ്ലുതനം ഹാരാഹി ഭൂഷോജ്വലം കാഞ്ചാ വിശ്വവിമോഹനം പശുപതിയും മൃത്യുഞ്ജയം ഭാവയെ. അങ്ങനെ 3 ധ്യാനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് എന്നർത്ഥം. ഇവിടെ മൂലകൽപ്പദ്രിമസ്യ എന്നുള്ള രീതിയിലുള്ളത് പാർവതി സമേതനായിട്ടുള്ള വളരെ രഹസ്യമായ ധ്യാനം. അപ്പോൾ എന്താണ് മൃത്യും ജയതി ദുർജയം? മൃത്യും ജയതി ദുർജയം എന്ന് പുരാണങ്ങൾ പറയുന്നതിനനുസരിച്ച് തന്നെ മൃത്യുവിനെ ജയിക്കാനായിക്കൊണ്ട് രണ്ടർത്ഥത്തിലും മൃത്യു സംഭവിച്ചവർക്ക് മോക്ഷം കിട്ടാനും അടക്കം മൃത്യുഞ്ജയ ഹോമങ്ങൾ നടന്നു വരുമ്പോൾ വള്ളി, മുട്ട്, എള്ള, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം മുതലായവ ഹോമിക്കപ്പെടുമ്പോൾ ഹോമസ്വരൂപമായി അഗ്നിസ്വരൂപമായി ജിഹ്വയിലേക്ക് മഹാദേവൻ്റെ ജിഹ്വയിലേക്ക് ഹോമിക്കപ്പെടുമ്പോൾ മഹാദേവൻ സ്വീകരിക്കുമ്പോൾ ഓരോ ദ്രവ്യത്തിന് ശേഷവും നെയ്യ് ഹോമിക്കപ്പെടുമ്പോൾ അവിടെ മഹാദേവൻ ജ്വാലയിൽ പ്രത്യക്ഷപ്പെട്ട് അവിടെ അനുഗ്രഹം നൽകുന്നതാണ് ഒന്ന് മൃത്യുഞ്ജയ ഹോമം. മൃത്യുഞ്ജയ ഹോമത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ആയുർവേദ പ്രകാരം എല്ലാം മരുന്നുകളാണ്. വള്ളി, അമൃത്, വള്ളി പ്രകൃതിയിൽ നിന്ന് തന്നെ അതിൻ്റെ വള്ളിയിൽ നിന്ന് താഴെ പ്രകൃതിയിൽ നിന്ന് ജലവും എല്ലാം സ്വീകരിക്കുന്നതായ അതിൻ്റെ ഊർജ്ജവും സ്വീകരിക്കുന്നതായ ഒന്ന് വള്ളി. പിന്നെ മുട്ട്, പേരാലുമുട്ട് എന്ന് പറയുന്ന സ്കിൻ ഡിസീസിനടക്കം അതിൻ്റെ കറ ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാൽ മാറും. മുട്ട്, പിന്നെ എള്ള് എന്ന് പറയുന്നത് തിലം എന്ന് പറയുന്നത് എണ്ണ നല്ലെണ്ണ ഉണ്ടാക്കുന്ന എള്ളിൽ നിന്നാണ്. അപ്പോൾ എള്ളിൽ നിന്നുണ്ടാക്കുന്നതായ നല്ലെണ്ണ ഏറ്റവും നല്ലതാണ്, ഉള്ളിൽ കഴിക്കാൻ നല്ലതാണ്, പുറമേ പുരട്ടാൻ നൽകുകയാണ്, മഹാദേവന് അഭിഷേകം കഴിക്കാൻ നല്ലതാണ്. വള്ളി, മുട്ട്, എള്ള്, കറുക. ദുർവാതളശ്യാമളാം എന്ന് ദേവിയെ പറ്റി പറയുന്നുണ്ട്. ശരിക്കും കറുകയുടെ നിറമുള്ളതാണ് ഭഗവതി. കറുകയും ഔഷധവീര്യമുള്ളതാണ്. പിന്നെ പാല് എന്ന് പറയുന്നത് പശുവിൽ നിന്നും കറന്നെടുക്കുന്നതായ പഞ്ചഗവ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളതായ പാല് തന്നെയാണ്. അപ്പോൾ പശുവിൽ നിന്നുണ്ടാകുന്ന ഗോമാതാവ് എന്ന് പറയുന്നത് ലക്ഷ്മി ഭഗവതി പൃഷ്ഠത്തിൽ വസിക്കുന്നതായ ഗോമാതാവിൽ നിന്ന് കിട്ടുന്നതായ പാല്. നെയ്യും പശുവിൽ നിന്ന് ഇടാം. അപ്പോൾ ഗോപൂജ വളരെ പ്രാധാന്യമാണത്. ഒരു പശു ഉള്ള വീട്ടിൽ ഒരു ഐശ്വര്യത്തിനും കുറവ് വരില്ല എന്നർത്ഥം. വള്ളി, മുട്ട, എള്ള്, പാല്, നെയ്യ്, പായസം എന്ന് പറഞ്ഞാൽ തന്നെ പണ്ട് പായസം എന്നൊരർത്ഥമേ ഉള്ളൂ. പായസം എന്ന് പറഞ്ഞാൽ പാൽപ്പായസനാണ് പറയാറ്. പിന്നീട് പാൽപ്പായസം എന്ന് പറഞ്ഞാൽ പാലെന്നേ അർത്ഥമുള്ളൂ. പാലിൽ നിന്നുണ്ടാക്കിയതായ വസ്തു, നേദ്യവസ്തു. അങ്ങനെ ഹോമിക്കപ്പെടുമ്പോൾ ഒന്ന് മൃത്യു കഴിഞ്ഞവർക്ക് മോക്ഷം കിട്ടാൻ, പിന്നീടോ മൃത്യുവിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ആയുസ് എന്നുവരെയുണ്ടോ ആ ആയുസ് വരെ ദീർഘിപ്പിക്കാൻ, ആരോഗ്യസക്തി ദീർഘിപ്പിക്കാൻ. പിന്നീട് മൃത്യുഞ്ജയം നടത്തുന്നതെന്ന് വെച്ചാൽ എല്ലാവിധ ബോധവും മാറി ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് ആർക്കും സംരക്ഷിക്കാൻ പറ്റാതെ കണ്ടാൽ ഭീകരമാകുന്ന പല്ലുണ്ടി ഉണങ്ങി ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് ആ ജീവൻ വേദനയെടുത്ത് നിലവിളിക്കുമ്പോൾ, കണ്ണിൽ കൂടി വെള്ളം വരുമ്പോൾ, ബോധവും പോയി വെള്ളം വരുമ്പോൾ ശരീരം മുഴുവനും കഞ്ഞി ഇറക്കാൻ വയ്യ, ഒന്നും ഇറക്കാൻ വയ്യ കൊണ്ട് കോലും കൊമ്പും കുഴലും ഒക്കെ വയറ്റിക്കൂടെയൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ആ ജീവനൊന്ന് മഹാദേവൻ എടുത്താൽ മതിയെന്ന് കുടുംബക്കാരടക്കം ആ ജീവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ജീവനെ എടുക്കാനും നടത്തുന്നതാണ് മഹാമൃത്യുഞ്ജയവും. സാധാരണ മൃത്യുഞ്ജയവും ആയുസ് വർദ്ധിപ്പിക്കാനും പിന്നീട് മരിച്ചവർക്ക് മോക്ഷം കിട്ടാനും നടത്തുമ്പോൾ പിന്നീടുള്ളതായ മഹാമൃത്യുഞ്ജയവും നടത്തുന്നത് മോക്ഷം കിട്ടാനായിക്കൊണ്ട് ഓരോ ദിവസവും ഓരോ ദ്രവ്യങ്ങളെ കൊണ്ട് 7 ദിവസങ്ങളെ കൊണ്ടാണ് ആ ജീവനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ മൃത്യുഞ്ജയം നടത്തുന്നത്. അതാണ് ഒരു നിവൃത്തിയില്ലാണ്ട് മരിക്കാൻ അങ്ങേയറ്റം ആ ജീവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവൻ എങ്ങനെ, ശരീരമൊന്നുമില്ല, പൊട്ടി ഒലിച്ച് അവിടെ എവിടെയൊക്കെ കുഴലിട്ട് കണ്ണിൽ കൂടെയൊക്കെ വെള്ളവും വന്ന് ബോധവും ഇല്ലാതെ എല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് എപ്പോൾ കഴിയും, ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ സ്ഥലത്തേക്ക് പോകാൻ മക്കളടക്കം ചിന്തിക്കും. ആ ജീവനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ജീവന് മോക്ഷം കിട്ടാൻ വേണ്ടി നടക്കുന്ന മറ്റൊരു മൃത്യുഞ്ജയമാണ് 7 ദിവസം കൊണ്ട്. ആദ്യത്തെ ദിവസം വള്ളി, പിന്നീട് മുട്ട്, എള്ള, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം മുതലായവ. അത് 1008 ഉരു ഓരോ ദ്രവ്യവും ഹോമിക്കപ്പെടുമ്പോൾ ആ ജീവന് ഉടൻ തന്നെ മോക്ഷം കിട്ടും. അപ്പോൾ മോക്ഷപ്രദായകനായ മഹാദേവൻ മൃത്യുവിനെ ജയിക്കാനായിക്കൊണ്ട് ആയുസ് എന്ന് പറയേണ്ട ആയുസ് ആയുരാരോഗ്യത്തോടുകൂടി തന്നെ ഇരിക്കാനായിക്കൊണ്ട് നടക്കുന്നതാണ് മൃത്യുഞ്ജയ ഹോമങ്ങൾ. എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളിലും നടക്കട്ടെ. ഇവിടെ തലപ്പഞ്ഞ മഹാദേവ ക്ഷേത്രത്തിലും മൃത്യുഞ്ജയ ഹോമങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് മൃത്യുഞ്ജയ ഹോമം നടക്കുമ്പോൾ
സംശയമൊന്നുമില്ല. അഗ്നിപ്രാകാരമായിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതായ ഇവിടെ നടക്കുന്നതായ ഗണപതി ഹോമമായാലും കർഹോമമായാലും ഹിന്ദു ഹോമമായാലും ജ്വാലയിൽ ഒരു AI ക്യാമറയുടെയോ ഒന്നിൻ്റെയും സപ്പോർട്ടില്ലാതെ നമ്മൾ ചിലപ്പോൾ ഫോട്ടോ എടുക്കാറുണ്ട്. ആ ഫോട്ടോയിൽ എല്ലാം ഒരു ചെറിയ ഗണപതി ഹോമത്തിന് പോലും ഏതെങ്കിലും ഒരു ഈശ്വര രൂപം തെളിയാറുണ്ട്. അത് എൻ്റെ പ്രത്യേകതയല്ല, ഇത് തലപ്പുഞ്ച മഹാദേവൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളും മൃത്യുഞ്ജയ ഹോമങ്ങൾ നടക്കട്ടെ. മൃത്യുവിനെ ജയിക്കുമാറാകട്ടെ. ലോകത്തിന് മുഴുവൻ നന്മ വരുന്നതായ, ലോകത്തിന് മുഴുവൻ ഐശ്വര്യം വരുന്നതായ രോഗാവസ്ഥകൾ മാറിക്കൊണ്ട്, ചിന്തകളിലുള്ളതായ ദുശ്ശീലങ്ങൾ മാറിക്കൊണ്ട്, അഘോര മൂർത്തിയും കൂടെ ആയ മഹാദേവൻ നല്ല ചിന്തകളുണ്ടാവാൻ, നല്ല മനസ്സെന്ന ആവരണം പോയി ബുദ്ധി തെളിയാൻ, ബോധസ്വരൂപമാവാൻ മൃത്യുഞ്ജയോമത്തിൻ്റെ ഹോമത്തിൻ്റെ പുക കൊണ്ടോളൂ. അവിടെ ഉള്ളിൽ കിടക്കുന്ന സകലവിധ കറകളും, മനസ്സിലുണ്ടാകുന്ന സകലവിധ കറകളും, ബുദ്ധിയിലുണ്ടാകുന്ന ഇരുട്ടും എല്ലാം മൃത്യുഞ്ജയ ദ്രവ്യങ്ങളുടെ പുകയടിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി പറയുന്നു 6 മാസത്തേക്ക് പനിക്കില്ല, ജലദോഷവും വരില്ല. എൻ്റെ സ്വന്തം അനുഭവം പങ്കുവച്ചുകൊണ്ട് മൃത്യുഞ്ജയ ഹോമങ്ങൾ എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളിലും നടക്കട്ടെ. ഹോമങ്ങൾ നടക്കട്ടെ. ഹോമങ്ങളിൽ നിന്നുണ്ടാകുന്ന പുക ഉയർന്നിട്ടാണ് എന്നുണ്ടാകുന്ന അഗ്നേരാഭ പൃഥ്വി ഔഷധയ എന്ന് പറയുന്നത് പോലെ തന്നെ മുകളിൽ പാത്രം പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ജലകണങ്ങൾ പറ്റിപ്പിടിക്കും. അങ്ങനെ ജലങ്ങൾ മുകളിൽ ചെന്ന് മേഘമായാലേ നമുക്ക് മഴ പെയ്യുള്ളൂ. പല സ്ഥലത്തും വെള്ളമില്ലാണ്ടായി തുടങ്ങി, മഞ്ഞാണ്, തണുപ്പാണ്, പല സ്ഥലത്തും വെള്ളത്തിൻ്റെ ക്ഷാമം വന്നു തുടങ്ങി. അപ്പോൾ ധാരാളം മഴ പെയ്യട്ടെ. ഈ വർഷം വളരെ കുറച്ച് മഴ പെയ്തെടുത്തു. നല്ല മഴ പെയ്യിക്കാൻ ധാരാളം ഹോമങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമൃതവർഷി രാഗത്തിൽ പണ്ട് പാടി മഴ പെയ്യിച്ച പോലെ ഹോമങ്ങൾ ധാരാളം നടത്തി മഴ പെയ്യിക്കട്ടെ. സന്താന ദുരിതങ്ങൾ മാറട്ടെ, സന്താനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ധാരാളം ഹോമങ്ങൾ നടക്കപ്പെട്ടെ. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, കറുകോമം അടക്കം ഹോമിക്കപ്പെടുന്നത് എന്തായിരിക്കണം? നമ്മുടെ അഹങ്കാരങ്ങളായിരിക്കണം, നമ്മുടെ ആമയങ്ങളായിരിക്കണം, നമ്മുടെ ദുഃഖങ്ങളായിരിക്കണം, നമ്മുടെ ദുരിതങ്ങൾ, സകലവിധ അഹങ്കാരങ്ങളും അവിടെ ഹോമിക്കപ്പെടുമ്പോൾ വിനയം വർദ്ധിച്ചുകൊണ്ട് മഹാദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അഗ്നി പ്രാകാരമായി നാക്ക് നീട്ടിയിരിക്കുന്നതായ മഹാദേവനിലേക്ക് സർവസ്വവും നമ്മൾ അർപ്പിക്കുന്നു. നമഃശിവായ. പാർവതീശ പാവനാശനാഹരേ.